the significance of St. Louis. Come next summer, and it will be 20 years since I first set a year. I saw Dr. Bob. 20 years since the spark that was to be Alcoholics Anonymous was stuck, and AS Akron group number 1 took form and substance. അടുത്ത വേനൽക്കാലത്ത് കം നെക്സ്റ്റ് അടുത്ത വേനൽക്കാലത്ത് ഞാൻ ആദ്യമായി ഡോക്ടർ ബോബിലേക്ക് നോക്കി. 20 വർഷമാകാൻ പോവുകയാണ്. ആൽക്കോളിക്സ് അനോണിമസ് തീപ്പൊരി അടിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈസ് ഓൺ ബോബ്. 20 years since the spark that was Alcoholics Anonymous was stuck, അക്രോൺ നമ്പർ 1 took form and substance. അതായത് ഏകദേശം 20 വർഷമായി അക്രോൺ ഗ്രൂപ്പ് അതായത് നമ്മുടെ ആദ്യത്തെ നമ്പർ 1 രൂപവും സത്തയും കൈവരിച്ചിട്ട് ഇപ്പോൾ 20 വർഷമായി. ഈ ജൂലൈയിൽ വി ആർ ഹാവിംഗ് അവർ 1955 ആനിവേഴ്സറി അറ്റ് സെന്റ് ലൂയിസ്. ഞങ്ങൾക്ക് സെന്റ് ലൂയിസിൽ 1955 ഒരു വാർഷിക ആഘോഷം നടത്തുകയാണ്. All of us who can get there, maybe 10,000, maybe 20,000, and all who can't be there will surely be present in spirit and will be bound to share this meaningful and stirring hours with us. They read the reports. അവിടെ എത്താൻ കഴിയുന്ന എല്ലാവർക്കും, ചിലപ്പോൾ അത് 10,000-ഓ 20,000-ഓ ആകാം. അവിടെ ഉണ്ടാക്കാൻ കഴിയാത്ത എല്ലാവരും തീർച്ചയായും ആത്മാവിൽ ഉണ്ടായിരിക്കും. കൂടാതെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അർത്ഥവത്തായതും ഉണർത്തുന്നതുമായ മണിക്കൂറുകൾ ഞങ്ങളുമായി പങ്കിടാൻ ബാധ്യസ്ഥരുമായിരിക്കും. സെന്റ് ലൂയിസ് isn't going to be just another anniversary for the very potent reason that there can never be in all our history to come another such occasion as this. സെന്റ് ലൂയിസിൽ വരാനിരിക്കുന്ന നമ്മുടെ ജസ്റ്റ് അനദർ ആനിവേഴ്സറി, ചരിത്രത്തിൽ ഒരിക്കലും ഇതുപോലെയുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാകാനിടയില്ല എന്ന ശക്തമായ കാരണത്താൽ ലൂയിസ് മറ്റൊരു വാർഷികം മാത്രമായിരിക്കില്ല. അപ്പൊ ഇനി ഇതിന് നമ്മുടെ ചരിത്രത്തിൽ അതുപോലെ ഒരു സംഭവം വരാനില്ല. As at all anniversary of the fast, we shall thank God for our deliverance out of bondage. We shall pay grateful tribute to those near and dear who sat through the dark night of the soul with us. ഭൂതകാലത്തിന്റെ എല്ലാ വാർഷികങ്ങളിൽ എന്ന പോലെ അടിമത്തിൽ നിന്നുള്ള വിടുതലിന് നാം ദൈവത്തിന് നന്ദി പറയും. ആത്മാവിന്റെ ഇരുണ്ട രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന അടുപ്പമുള്ളവർക്കും പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദികൾ അർപ്പിക്കും. Through the dark night soul with us, we shall gratefully recall those friends and the world outside, those ideas, goodwill and labor without stint have done so much to make it what it is today. We shall cry out our greetings to each other with a warmth seldom known anywhere. We shall exchange experience, confess that our society has its fault, and ask God to show us how to remove them. We shall ponder the meaning of our short but exciting history and in confident faith. We shall accept whatever destiny, providence has in store to us. All these things we shall do at St. Louis. ഇന്നത്തെ നിലയിലാക്കിയ ആശയങ്ങൾ നൽകിയവർക്ക്, അത് നൽകിയ സുമനസ്സുകൾക്ക്, നിരന്തരമായി അധ്വാനം ചെയ്തവർക്ക്, നമ്മൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുള്ളവർക്ക്, പുറത്തുനിന്നുള്ള ലോകത്തെ സുഹൃത്തുക്കളെ ഞങ്ങൾ നന്ദിയോടെ അവിടെ സ്മരിക്കും. അപൂർവമായി എവിടെയും അറിയാവുന്ന ഊഷ്മളതയോടെ ഞങ്ങൾ പരസ്പരം ആശംസകൾ അറിയിക്കും. ഞങ്ങൾ അനുഭവങ്ങൾ കൈമാറും. ഞങ്ങളുടെ സൊസൈറ്റിക്ക് തെറ്റുകൾ ഉണ്ടെന്ന് ഏറ്റുപറയുകയും അവ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് കാണിക്കാൻ ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഞങ്ങളുടെ ക്രിസ്തുവും എന്നാൽ ആവേശകരമായ ചരിത്രത്തിന്റെ അർത്ഥം ഞങ്ങൾ ചിന്തിക്കും. ആത്മവിശ്വാസത്തോടെ നമ്മുടെ പ്രൊവിഡൻസിനെ, ദൈവത്തിനെ കാത്തു സൂക്ഷിച്ചവനെ നമുക്കായി കരുതി വെച്ചിരിക്കുന്ന ഏത് വിധിയെയും ഞങ്ങൾ സ്വീകരിക്കും. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെന്റ് ലൂയിസിൽ ചെയ്യും. But we are also going to do some things that can never be done again. We are going to affirm that the infancy and adolescence of our society now belongs to its near miraculous and incredible past, that our fellowship and now come of age, that we now propose to take a full possession and full responsibility for our inheritance coming from the nearly years of age, those vital legacies of recovery, unity, and service. No longer will the unity and the functionings of our society depends upon its parents, elders, or founders. That will be the unique significance of St. Louis. എന്നാൽ ഇനി ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നു. നമ്മുടെ സമൂഹത്തിന്റെ ശൈശവം മാറിയിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അത്ഭുതകരമായ അവിശ്വസനീയമായ ഭൂതകാലത്തിന്റെ നിന്ന് ഞങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു. റിക്കവറി അല്ലെങ്കിൽ വീണ്ടെടുക്കൽ, ഐക്യം, യൂണിറ്റി, സേവനം, സർവീസ് എന്നിവയുടെ സുപ്രധാന പൈതൃകങ്ങളായ എയുടെ ആദ്യ വർഷങ്ങളിൽ നിന്ന് വരുന്ന
നമ്മുടെ അനന്തരാവകാശത്തിന്റെ പൂർണ്ണമായ അവകാശവും പൂർണ്ണമായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ നിർദ്ദേശിക്കുന്നു. ഇനി നമ്മുടെ സൊസൈറ്റിയുടെ ഐക്യവും പ്രവർത്തനവും അതിന്റെ മാതാപിതാക്കളെയോ മുതിർന്നവരെയോ സ്ഥാപകരെയോ ആശ്രയിക്കുകയല്ല. സെന്റ് ലൂയിസിന്റെ അതുല്യമായ പ്രാധാന്യം അതായിരിക്കും. This means that all of us, AA as a whole, are not now entirely ready to take over full guardianship of the AA traditions that guarantee our unity in time to come, and also to take complete charge of those world service which are the means by which we function as an entire fellowship, and from which radiant our principal lifelines of those millions all over the globe who still need AA. ഇതിനർത്ഥം നാം എല്ലാവരും എയുടെ മൊത്തത്തിൽ വരാനിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഐക്യത്തിന് ഉറപ്പ് നൽകുന്ന ആൽക്കോളിസ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുടെ പൂർണ്ണമായ രക്ഷാകർതൃത്വം ഏറ്റെടുക്കാനും കൂടാതെ ഒരു സമ്പൂർണ്ണ കൂട്ടായ്മയായി ഞങ്ങൾ പ്രവർത്തിക്കുന്നതുമായ ലോക സേവനങ്ങളുടെ പൂർണ്ണമായ ചുമതല ഏറ്റെടുക്കാനും അതിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ആവശ്യമുള്ളവരിലേക്ക് ഞങ്ങളുടെ പ്രധാന ഈ ലൈഫ് ലൈനുകൾ പ്രസരിപ്പിക്കാനും തയ്യാറാണ്. അല്ലെങ്കിൽ അവരിൽ നിന്നും ആവശ്യമുള്ളവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് ജീവിതമാർഗം കൊടുക്കാൻ, പ്രസരിപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. Maybe this sounds vague, abstract, or visionary, but it really isn't. The basic idea is simple and practical. There's a time in the life of every family when the parents must say to sons and daughters alike, "You are grown up. Here is your inheritance. Do with it as you will. We will watch, we will help, but we must no longer decide for you, act for you, or protect you. You are henceforth responsible for your own lives and well-being. So now take your destiny by the hand, and may God love you." Everybody knows that a good parent must do this. All parents at some point simply have to let go and let God. That's exactly what we all timers will propose to you at St. Louis. At least that's what I plan to do, as I believe that such a decision will be healthy, timely, and right. ഇതിനർത്ഥം സോറി ഒരു പക്ഷേ ഇത് അവ്യക്തമായിരിക്കാം, അല്ലെ അല്ലെ അമൂർത്തമായിരിക്കാം, അല്ലെ പൂർണ്ണമാകാത്തതാകാം, ഒരു ദർശനമായിരിക്കാം ആയി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇത് ശരിക്കും അല്ല. അടിസ്ഥാന ആശയം വളരെ ലളിതവും പ്രായോഗികവുമാണ്. ഓരോ കുടുംബത്തിലും ജീവിതത്തില് മാതാപിതാക്കൾ ഒരുപോലെ ഈ വളർന്നു വരുന്ന മക്കളോട് ഇങ്ങനെ പറയുന്നു: നീ വളർന്നു കഴിഞ്ഞു, ഇതാ നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, ഞങ്ങൾ നിങ്ങളെ നോക്കും, ഞങ്ങൾ സഹായിക്കും, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു തീരുമാനമെടുക്കുകയില്ല, നിങ്ങൾക്കായി പ്രവർത്തിക്കുകയോ നിങ്ങളുടെ അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുകയോ ചെയ്യില്ല. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിന് ക്ഷേമത്തിന് ഉത്തരവാദികൾ നിങ്ങളാണ്. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ വിധി ദൈവം നിങ്ങളുടെ വിധി പോലെ ഇരിക്കും. ദൈവം നിങ്ങളെ സ്നേഹിക്കട്ടെ. ഒരു നല്ല രക്ഷിതാവ് ഇത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ മാതാപിതാക്കളും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരാണ്, അങ്ങനെ പറയുന്നവരാണ്, ദൈവത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ്. സെന്റ് ലൂയിസിൽ ഞങ്ങൾ പഴയകാല അംഗങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് അതാണ്. അത്തരമൊരു തീരുമാനം ആരോഗ്യകരവും സമയബന്ധിതവും ശരിയായതും ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനാൽ കുറഞ്ഞത് അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. On the great stage of St. Louis Auditorium, you will see your elected representatives, General Service Conference of Alcoholics Anonymous. In the midst of them, you will see AS trustees and your world service staff. When the final hour of our convention come, I shall, on behalf of the old-timers, but shucks, here I am, spoiling the show. Here is hoping that Louis and I will be seeing you at St. Louis. സെന്റ് ലൂയിസിന്റെ ഓഡിറ്റോറിയത്തിന്റെ മഹത്തായ വേദിയിൽ നിങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡെലിഗേറ്റ്സുകൾ അല്ലെങ്കിൽ പ്രതിനിധികളായ ആൽക്കോഹോളിക്സ് അനോണിമസ് ജനറൽ സർവീസ് കോൺഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ നടുവിൽ നിങ്ങൾ എയുടെ ട്രസ്റ്റുകളെയും നിങ്ങളുടെ ലോക സേവന സ്റ്റാഫുകളെയും കാണും. ഞങ്ങളുടെ കൺവെൻഷന്റെ അവസാന മണിക്കൂർ വരുമ്പോൾ പഴയ ആളുകൾക്ക് വേണ്ടി ഞാൻ ചെയ്യും. പക്ഷെ ക്ഷമിക്കണം, ഇതാ ഞാൻ ഈ ഷോ നശിപ്പിക്കുകയാണ്. In the midst of that, you will see a trustees and when the final hour is come, I shall, on behalf of the old timers, but shucks, here I am, spoiling the show. ഈ ഷോ ഞാൻ നശിപ്പിക്കുകയാണ്. Here is hoping that Louis and I will be seeing you at St. Louis. ഇതാ ഞാൻ ഷോ നശിപ്പിക്കുകയാണ്. ഇവിടെ ഞാനും ലൂയിസും നിങ്ങളെ സെന്റ് ലൂയിസിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് പുതിയ ആളുകൾക്കായി തങ്ങളുടെ കൈകളിൽ നിന്ന് ഈ പറയുന്ന ഇതിന്റെ സർവീസ് എല്ലാം വിട്ടുകൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നാണ് ആ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത്.
അത് പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം.